ഞാൻ 2 ദിവസത്തിന് മുമ്പ് ഒരു വീഡിയോ ചെയ്യുകയുണ്ടായി. അമിതമായി സംസാരിച്ചാൽ എന്ത് ചെയ്യും? അമിതമായിട്ട് സംസാരിച്ചാൽ ബന്ധങ്ങൾ ഉലയാനുള്ളൊരു സാധ്യതയുണ്ട്. സത്യമാണ് കേട്ടോ. ആരോടായാലും നിങ്ങൾ അമിതമായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആ ബന്ധങ്ങൾ ഉലയും. അതുപോലെ തന്നെയാണ് അമിതമായിട്ട് ആരെ കോൾ ചെയ്താലും എന്ത് ചെയ്യും? ആ ബന്ധങ്ങൾ ഉലയുമെന്നാണ്. ബന്ധങ്ങൾ ഉലയെന്ന് പറഞ്ഞാൽ വഴക്കിടാനുള്ളൊരു സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അമിതമായിട്ട് ആരോട് സംസാരിച്ചാൽ എന്ത് ചെയ്യും? വഴക്കിടാനുള്ളൊരു സാധ്യതയുണ്ട്. അതാണ് ഞാൻ ബന്ധങ്ങൾ ഉലയുമെന്ന് പറഞ്ഞത്. ഞാൻ വീണ്ടും പറഞ്ഞ കുടുംബത്തിനകത്ത് അമിതമായിട്ട് സംസാരിച്ചാൽ ബന്ധങ്ങൾ ഉലയണമെന്നില്ല. എന്നാൽ തന്നെയും കുടുംബത്തിനകത്താണെങ്കിലും അമിതമായിട്ട് സംസാരിച്ചാൽ ചിലപ്പോൾ ബന്ധങ്ങൾ ഉലയും കേട്ടോ. നമ്മളെപ്പോഴും ജീവിതത്തിൽ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ നമ്മൾ ജീവിതത്തിൽ മനസ്സിലാക്കുന്ന മറ്റു സംഗതിയാണ്, നമ്മൾ മറ്റൊരാളുടെ കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിക്കാനായിട്ട് നമ്മളുടെ വിലപ്പെട്ട സമയം ചിലവഴിക്കരുത് കേട്ടോ. അത് നമ്മൾ പ്രത്യേകം ഓർത്ത് വെക്കേണ്ട ഒരു കാര്യമാണ്. മറ്റൊരാളുടെ കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിക്കാനായിട്ട് നമ്മുടെ വിലപ്പെട്ട സമയം ചിലവഴിക്കരുത്. നമ്മൾ എന്ത് ചെയ്യുക? നമ്മളുടെ ജീവിതം സേഫാക്കാൻ നോക്കുക കേട്ടോ. നമ്മളുടെ ജീവിതത്തെ നമ്മൾ സേഫാക്കാൻ നോക്കുക. അല്ലാതെ മറ്റൊരാളുടെ കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിക്കുകയും മറ്റൊരാളുടെ കുറ്റം പറയുകയും ചെയ്യുന്നതിനോട് എന്തില്ല, എനിക്ക് യാതൊരു യോജിപ്പുമില്ല കേട്ടോ. അങ്ങനെ ചെയ്യുന്നത് എന്താണ്? ഒരു മോശം പ്രവൃത്തിയാണ്. ഞാൻ ഒറ്റൊരാളുടെ കുറ്റങ്ങളോ കുറവുകളോ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്ന ഒരാളല്ല ഞാൻ. അതുപോലെ തന്നെയാണ് വേറൊരാളുടെ കുറ്റം മറ്റൊരാളുടെ ഞാൻ പറയാറുമില്ല, അങ്ങനെ പറഞ്ഞു നടക്കാറുമില്ല. അതുപോലെ തന്നെ നമ്മൾ വേറെ മനസ്സിലാക്കുന്ന മറ്റൊരു സംഭവം, ഒരു വസ്തുത എന്ന് പറഞ്ഞാൽ നമ്മളെ ജീവിതത്തിൽ ഒരാളെ എന്ത് ചെയ്യാൻ പാടില്ല? വില കുറച്ച് കാണുവാൻ പാടില്ല. ഞാൻ പറഞ്ഞല്ലോ, ചിലപ്പോൾ നമ്മൾ ശത്രുവെന്ന് ഒരുപാട് വീഡിയോകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ശത്രുവെന്ന് കരുതി മാറ്റി നിർത്തുന്ന ഒരാളായിരിക്കും ആപത്തിൽ നമ്മെ ഒരു കൈ തന്ന് സഹായിക്കുന്നത് കേട്ടോ. അതെപ്പോഴും നമുക്ക് ഓർമ്മ വേണം. ചിലപ്പോൾ നമ്മൾ ബന്ധുവെന്ന് കരുതുന്നവരൊക്കെ ചിലപ്പോൾ അവിടെ മാറി നിൽക്കുകയുള്ളൂ. ചിലപ്പോൾ നമ്മൾ ശത്രുവെന്ന് കരുതി മാറ്റി നിർത്തിയ ഒരാളായിരിക്കും എന്ത് ചെയ്യുന്നത്? നമുക്കൊരാപത്തിൽ നമുക്ക് ഒരു കൈ തന്ന് സഹായിക്കുന്നത്. അങ്ങനൊരു ബോധം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ ആരെയും ജീവിതത്തിൽ വില കുറച്ച് കാണുവാനും പാടില്ല കേട്ടോ. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരാളുടെ കുറ്റം നമ്മളുടെ ബന്ധുവിനോട് പറഞ്ഞു എന്നിരിക്കട്ടെ. നമ്മളൊരാളുടെ കുറ്റം മറ്റൊരു ബന്ധുവിനോട്, ഈ ബന്ധു ചിലപ്പോൾ ഏത് നിമിഷവും എന്തായി മാറും? നമ്മുടെ ശത്രുവായി മാറാം കേട്ടോ. ഈ ശത്രുവാവുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ചെറിയ വഴക്കുകളും തെറ്റായ ഒരു വാക്കോ അല്ലെങ്കിൽ ചെറിയ ഒരു മോശം പ്രവൃത്തിയോ മതി എന്താകാനും ബന്ധങ്ങൾ ഉലയാനും ശത്രുവായി മാറാനും. സത്യമാണോ ഞാൻ പറഞ്ഞത്? സത്യമാണ്. കാരണം ബന്ധങ്ങൾ ഉലയാൻ വലിയ താമസമൊന്നും വേണ്ട. കാരണം തെറ്റായ ഒരു വാക്കോ അല്ലെങ്കിൽ മോശമായ ഒരു വാക്കോ അല്ലെങ്കിൽ മോശമായ ഒരു ചെറിയ പ്രവൃത്തിയോ മതി എന്ത് ചെയ്യും? ആ ബന്ധങ്ങൾ എന്നേക്കുമായിട്ട് ഇല്ലാതായി തീരാനാണ്. അതുകൊണ്ട് നമ്മൾ കഴിവൊന്നും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ജീവിതത്തിൽ ബന്ധങ്ങൾ ഉയരാതിരിക്കണമെങ്കിൽ നമ്മൾ മറ്റൊരാളുടെ കുറ്റങ്ങളും കുറവുകളും വേറൊരാളോട് ഒരിക്കലും പറയാൻ പാടില്ല കേട്ടോ. അത് നമ്മൾ എപ്പോഴും ജീവിതത്തിൽ ഓർമ്മയിൽ സൂക്ഷിച്ചാൽ നമുക്കത് ജീവിതത്തിൽ ഞാൻ ഈ പറഞ്ഞ വസ്തുത നമ്മൾ ജീവിതത്തിൽ ഓർമ്മയിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും നല്ലതാണ്. ആരുടെയും കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിക്കാനോ അത് മറ്റൊരാളോട് പറയാനോ പാടില്ല കേട്ടോ. നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ ജീവിതത്തെ സേഫാക്കാൻ നോക്കുക. നമ്മളുടെ കഴിവുകൾ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ കഴിവുകൾ ഉപയോഗിച്ച് എന്ത് ചെയ്യുക? നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഉയർച്ച പ്രാപിക്കാൻ ശ്രമിക്കുക. അതാണ് വേണ്ടത്, അതാണ് ബെറ്റർ. അല്ലാതെ മറ്റൊരാളുടെ കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിക്കാൻ നമ്മുടെ വിലപ്പെട്ട സമയം ചിലവഴിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആ ജീവിതം എന്ത് ചെയ്യും? തപ്പതിച്ചു പോവും കേട്ടോ. നല്ലത് ചിന്തിക്കാനും നല്ലത് പ്രവർത്തിക്കാനും എന്നാൽ വീഡിയോയിൽ പറഞ്ഞതുപോലെ സത്യപ്രപഞ്ചം നമ്മളെ അനുഗ്രഹിക്കട്ടെ.